ഹലോ, ഇന്നത്തെ ക്ലാസ്സിൽ ഹുക്സ് ലോ ആണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പറഞ്ഞു. അത് വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആണ്. ഡക്റ്റൈൽ മെറ്റീരിയൽസ് അല്ലേ? നമുക്ക് നിങ്ങൾ ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് വരും. ഇത് പ്രൊപ്പോർഷനാലിറ്റി ലിമിറ്റ് എ ആൻഡ് ബി, എയും ബിയും അടുത്തടുത്തായിട്ടുണ്ടാവും. പ്രൊപ്പോർഷനാലിറ്റി ലിമിറ്റ്, ദെൻ സി ആൻഡ് ഡി, ഈൽഡ് പോയിൻ്റ്, അപ്പർ ഈൽഡ് പോയിൻ്റ്, ലോവർ ഈൽഡ് പോയിൻ്റ്. ഈൽഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് അപ്പർ ഈൽഡ് പോയിൻറ്റും ഈൽഡിങ് അവസാനിക്കുന്ന പോയിൻ്റ് ലോവർ ഈൽഡ് പോയിൻ്റ്. ഈൽഡിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലോഡ് കൊടുക്കുമ്പോഴത്തേക്കും കൂടുതൽ സ്ട്രെസ് വരും ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ. അതിനാണ് ഈൽഡിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം ലാസ്റ്റ് പോയിൻ്റ് ഇയും എഫും. ഇ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് പോയിൻ്റ്, അതായത് അൾട്ടിമേറ്റ് സ്ട്രെസ്. ഒരു മെറ്റീരിയലിന് താങ്ങാനാവുന്ന മാക്സിമം ലോഡ് വരുന്ന പോയിൻ്റാണ് അൾട്ടിമേറ്റ് പോയിൻ്റ്. അപ്പോൾ ഇതാണ് ഇത് ലാസ്റ്റ് അത് ഫെയിൽ ആവും. ഇവിടെ ഫ്രാക്ചർ സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ ഈ പോയിൻ്റ് എത്തുമ്പോൾ ഫെയിൽ ആവും. ഇത് ഡക്റ്റൈൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ ഡക്റ്റൈൽ മെറ്റീരിയലാണ്. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എന്താണ് ഡക്റ്റൈൽ, എന്താണ് ബ്രിട്ടിൽ എന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് വിശ്വസിക്കുന്നു. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വിൽ ഫെയിൽ ആഫ്റ്റർ എ കൺസിഡറബിൾ ഡീഫോർമേഷൻ. മെറ്റീരിയൽ പെട്ടെന്ന് ഫെയിൽ ആവില്ല, ഒരു കൺസിഡറബിൾ ഡീഫോർമേഷൻ സംഭവിച്ച ശേഷമാണ് മെറ്റീരിയൽ ഫെയിൽ ആവുക. ഫോർ എക്സാമ്പിളാണ് മൈൽഡ് സ്റ്റീലാണ് ഡക്റ്റൈലിന് എക്സാമ്പിൾ. അതായത് ആദ്യം ഈ ഒരു ലിമിറ്റ് വരെ ഇലാസ്റ്റിസിറ്റി കാണിക്കും, പിന്നെ അതിന് ശേഷം പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഗ്രാജുവലായിട്ട് ഇപ്പോൾ ടെൻസൈൽ ടെസ്റ്റ് ആയതുകൊണ്ട് ലെങ്ത്ത് ഗ്രാജുവലായിട്ട് ലെങ്ത്ത് ഇങ്ങനെ വർദ്ധിക്കും, ഏരിയ കുറച്ച് കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ മാക്സിമം ലിമിറ്റ് എത്തുമ്പോൾ അത് ക്രാക്കിംഗ്, ഫ്രാക്ചർ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ പൂർണ്ണമായിട്ട് 2 പീസായിട്ട് മാറും. ടെൻസൈൽ ടെസ്റ്റാണ് ആയതുകൊണ്ട്. എന്താണ് ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വിൽ ഫെയിൽ വിത്തൗട്ട് കൺസിഡറബിൾ ഡീഫോർമേഷൻ. ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വിൽ ഫെയിൽ വിത്തൗട്ട് കൺസിഡറബിൾ ഡീഫോർമേഷൻ. എക്സാമ്പിളാണ് കോൺക്രീറ്റ്, അതുപോലെ തന്നെ കാസ്റ്റ് അയൺ, ഗ്ലാസ്, ഇതൊക്കെ ബ്രിട്ടിലിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ബ്രിട്ടിലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ സ്പീഡിൽ പറയാം. ജസ്റ്റ് ഒരു ഇലാസ്റ്റിസിറ്റി ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ആദ്യം കുറച്ച് കാണിക്കും, പിന്നെ ഫെയിലറാണ്. കൺസിഡറബിൾ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഒന്നുമില്ല, പെട്ടെന്ന് ഫെയിലാവും. ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ ക്ലാസ്സിൽ പറയുന്നത് ഹുക്സ് ലോ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് വാട്ട് ഈസ് ഹുക്സ് ലോ. അപ്പം ഗ്രാഫിൽ പറഞ്ഞു അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്, അതന്നെ ആ പോയിൻ്റ് വരെയാണ് ഹുക്സ് ലോ പറയുന്നത്. നിങ്ങൾ ഓൾറെഡി മുമ്പ് പഠിച്ച കാര്യമായിരിക്കും. ഹുക്സ് ലോ +2 ഉള്ള കാര്യം തന്നെയാണ്. അതായത് പറയുന്നത് അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്. ഹുക്സ് ലോ പറയുന്നത് അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. എന്താണ് അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. നമുക്കറിയാം, അത് സ്ട്രെസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയതുകൊണ്ടാണ് ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആവുന്നത്, അല്ലേ? ദാറ്റ് ഈസ് അത് നമുക്ക് എന്താ പറയാം, ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഈക്വൽ സൈൻ എങ്ങനെ കൊടുക്കുമ്പോൾ സ്ട്രെസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് വരും. എ കോൺസ്റ്റൻ്റ് ഇൻറ്റു സ്ട്രെയിൻ. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കുമ്പോൾ ഈക്വൽ സൈനിലേക്ക് മാറ്റുമ്പോൾ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് വരും. ദാറ്റ് ഈസ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ഇൻറ്റു സ്ട്രെയിൻ ഓർ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഈ കോൺസ്റ്റൻ്റ് പറയുന്ന പേരാണ് ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ്. എന്താണ് ഈ കോൺസ്റ്റൻ്റ് പറയുന്ന പേരാണ് ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, നോട്ട് ചെയ്യാൻ വേറെ തരുന്നുണ്ട്. ഇപ്പോൾ ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് സ്ട്രെയിൻ റേഷ്യോ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ്. ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. നമ്മൾ ടെൻസൈൽ ടെസ്റ്റ് എക്സ്പെരിമെൻ്റലി നടത്തി കഴിഞ്ഞാൽ ഈ ലോ പ്രൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പം മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബുണ്ട്. ആ ലാബിൽ UTM ഉണ്ട്, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ ഉണ്ട്. നമ്മൾ ലാബ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഈ ഗ്രാഫൊക്കെ വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ തിയററ്റിക്കലി മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇനി നമുക്കറിയാം സ്ട്രെസ്സും സ്ട്രെയിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ
ഈ സ്ട്രെസ് സ്ട്രെയിൻ റേഷ്യോയും ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. പ്രധാനമായിട്ടും 3 തരം ഇലാസ്റ്റിക് കോൺസ്റ്റൻ്റ് ആണുള്ളത്. അതേതൊക്കെയാണെന്ന് നോക്കാം. ദേ ആർ ഡിനോട്ടഡ് ബൈ E, G ആൻഡ് K. E, G ആൻഡ് K ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിനോട്ടഡ് ബൈ E. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിനോട്ടഡ് ബൈ E എന്ന് പറഞ്ഞാൽ നോർമൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ. ഈ റേഷ്യോ പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിനോട്ടഡ് ബൈ E. നോർമൽ സ്ട്രെസ് നമുക്കറിയാം, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. പ്രധാനമായിട്ടും 2 തരം സ്ട്രെസ്സാണുള്ളത്, നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും അല്ലേ. അപ്പോൾ നോർമൽ സ്ട്രെസ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ. അത് ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ ടെൻസൈൽ ടെസ്റ്റ് ആണെങ്കിൽ ടെൻഷൻ കൊടുക്കുമ്പോൾ ലെങ്ത്ത് കൂടും. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത്ത് ബൈ ഒറിജിനൽ ലെങ്ത്തിനെയാണ് ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ ആണ് E എന്ന് പറഞ്ഞാൽ.